ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുമുന്നണിയിൽ ചേക്കേറാൻ BDJS നീക്കം. വനിതാ മതിൽ ഇതിനുള്ള പാലമായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് തന്ത്രം. BJPയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും പൂർണ്ണ പിന്തുണ നൽകുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിലിരിപ്പ് ഇതുതന്നെയാണ്. എന്നാൽ വനിതാ മതിലിനു പിന്നിൽ ശബരിമല വിഷയം തന്നെയെന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ തുറന്നുപറച്ചിൽ വെട്ടിലാക്കിയിരിക്കുന്നതും വെള്ളാപ്പള്ളിയെയാണ്. എന്നാൽ വെള്ളാപ്പള്ളിയെയും കൂട്ടരെയും മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ ഇടതുമുന്നണിയിൽ അഭിപ്രായ സമന്വയമില്ല. CPM-ന് പോലും അക്കാര്യത്തിൽ വലിയ താല്പര്യമില്ല. ശബരിമല പ്രതിഷേധങ്ങൾക്ക് എതിരെ ഉയർന്ന സ്വരങ്ങളെ സമാനമായ സമുദായ സംഘടനകളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുക എന്നത് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ തന്ത്രം. അതിൽ അദ്ദേഹം വിജയിച്ചു. ഇടതുമുന്നണിയിൽ ചേക്കേറാൻ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ശക്തമായ ശ്രമം നടക്കുമ്പോഴും തങ്ങൾ NDAയ്ക്കൊപ്പമാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് തുഷാർ നടത്തുന്നത് മറ്റൊരു ദ്വിമുഖ രാഷ്ട്രീയ തന്ത്രമാണ്. ഇടതുമുന്നണി പ്രവേശനം ലഭിച്ചില്ലെങ്കിലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിലപേശൽ ശേഷിക്ക് തിരിച്ചടി ഉണ്ടാകാൻ പാടില്ലെന്നതാണ് അവരുടെ നിലപാട്. ഇടതുമുന്നണിയിൽ പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ NDAയിൽ നിന്ന് കുറഞ്ഞപക്ഷം 6 സീറ്റെങ്കിലും വേണമെന്ന നിലപാടിലാണ് BDJS. ആലപ്പുഴ, ഇടുക്കി, ആറ്റിങ്ങൽ എന്നിവയൊക്കെയാണ് BDJSന്റെ മനസ്സിലുള്ളത്. BDJSുമായുള്ള ബന്ധം തുടരുന്നതിൽ BJPയിലെ തന്നെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. അവസരവാദ രാഷ്ട്രീയമാണ് അവർ പയറ്റുന്നതെന്നാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായം. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെയും കൂട്ടരെയും ഒഴിവാക്കിക്കൊണ്ട് BDJSലെ സമാന മനസ്കരുമായി ഒന്നിച്ചു പോകാമെന്നാണ് അവരുടെ നിലപാട്. SNDPയുടെ പിന്തുണ ലഭിക്കുമെന്ന ചിന്തയിലാണ് BDJSുമായി ബന്ധം സ്ഥാപിച്ചതെങ്കിലും അത് കിട്ടിയില്ല. ആ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയും തുഷാറും ഒപ്പമുള്ളതും വലിയ ഗുണം ചെയ്യില്ല. അതേസമയം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ചെയർമാൻ പദവിയും മറ്റും ലഭിച്ചവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ BJPക്കൊപ്പം നിലകൊള്ളും. അതുപയോഗിച്ച് BDJSൽ പിളർപ്പുണ്ടാക്കി നല്ലൊരു വിഭാഗത്തെ ഒപ്പം നിർത്താമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇപ്പോൾ തന്നെ വെള്ളാപ്പള്ളിയുടെയും തുഷാറിന്റെയും നിലപാടുകളോട് എതിർപ്പുള്ളവർ പാർട്ടിയിൽ ശക്തമാണ്. അത് ഉപയോഗിക്കണമെന്നാണ് അവരുടെ നിലപാട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. BJPയുമായി ചേർന്ന് NDAയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. NDA എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിൽ വർധനയുണ്ടായെങ്കിലും പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല NDA നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്തതും BDJSനുള്ളിൽ കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ശബരിമല വിഷയത്തിലുൾപ്പെടെ BJPയോട് എളുപ്പമുണ്ടായിരുന്നെങ്കിലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കളം മാറി ചവിട്ടാനാണ് വെള്ളാപ്പള്ളിയുടെയും മകൻ തുഷാറിന്റെയും നീക്കം. ദേശീയ തലത്തിൽ BJPയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇവിടെ BDJSനെയും വലയ്ക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ വെള്ളാപ്പള്ളി കളം മാറി ചവിട്ടിയിരുന്നു. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലപാടും ദേശീയ തലത്തിൽ BJPയോട് ചേർന്ന് നിൽക്കുന്ന തന്ത്രവുമാണ് പയറ്റിയത്. എന്നാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമോ എന്ന ആശങ്ക ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ശബരിമല വിഷയത്തിൽ BJPയുടെ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത്. അതുമുതൽ ഇങ്ങോട്ട് രൂക്ഷമായ വിമർശനമാണ് BJP നേതൃത്വത്തിനെതിരെ ഉയർത്തുന്നത്. BJP തട്ടിപ്പിന്റെ പാർട്ടിയാണെന്ന് വരെ വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇനി BJPയുമായുള്ള ബന്ധം തുടരില്ലെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെയും തുഷാറിന്റെയും വാക്കുകൾ നൽകുന്ന സൂചന. NDA വിട്ടുകഴിഞ്ഞാൽ ഇടതുമുന്നണിയിൽ ചേക്കേറുക എന്നത് വനിതാ മതിലിന്റെ ഏറ്റവും വലിയ വ്യക്താവായി രംഗത്ത് വരാൻ വെള്ളാപ്പള്ളിയെ നിർബന്ധിതനാക്കുകയാണ്. വനിതാ മതിലിനെ പിന്തുണയ്ക്കുമ്പോഴും അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് വെള്ളാപ്പള്ളി ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ വെള്ളാപ്പള്ളി വെട്ടിലുമായി. ശബരിമല വിധി തന്നെയാണ് വനിതാ മതിലിന്റെ അടിസ്ഥാനമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നവോത്ഥാനത്തിന്റെ തുടർച്ചയെന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ സാമുദായിക സംഘടനകളെ കൊണ്ടുതന്നെ പ്രതിരോധിക്കുകയെന്ന തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.